നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. ചേലക്കര കൃഷിഭവനും ആത്മയും സംയുക്തമായി കർഷകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് എന്നും കാണുന്ന മുഖങ്ങളാണ്. എന്തെങ്കിലും നേരത്തെ ജോണേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ കുറെ സത്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചത്. കൃഷി ഓഫീസുമായി സത്യത്തിലെ ചെറുപ്പക്കാരും ഒരു കാര്യമായിട്ടൊന്നുമില്ല. ജയന വയസ്സൊക്കെ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരെ വളരെ കുറച്ച് പേര് ഇതിൻ്റെ ഒരു ശോചനീയമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാറ്റങ്ങൾ ഉണ്ടാവണം. നമ്മൾ പണ്ട് നെൽകൃഷിയിലെ ഞാറ്റടി നിർമ്മാണവും യന്ത്രവൽക്കരണവും പച്ചക്കറികളിലെ സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങളും എന്നീ വിഷയങ്ങളിലായിരുന്നു പരിശീലനം. കർഷകർക്ക് ശാസ്ത്രീയ കൃഷിരീതികളും ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നന്ദകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കീസ, കൃഷി ഓഫീസർ ഡോക്ടർ ആതിര, കൃഷി അസിസ്റ്റന്റുമാരായ സുജിത, ജയ എന്നിവർ പങ്കെടുത്തു. ഞാറ്റടി കൃഷിരീതിയും യന്ത്രവൽക്കരണവും എന്ന വിഷയത്തിൽ പ്രോഗ്രസീവ് കർഷകനും സംരംഭകനുമായ സോമദാസ് ക്ലാസ് നയിച്ചു. പച്ചക്കറികളിലെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാല കമ്മ്യൂണിക്കേഷൻ സെന്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനീത ക്ലാസിന് നേതൃത്വം നൽകി. കാര്യക്ഷമതാ പരിശീലന പരിപാടിയുടെ ഭാഗമായി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട 20 വീട്ടമ്മമാർക്ക് അടുക്കളത്തോട്ട കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്യുകയും അവർക്കായി പ്രത്യേക പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു. പരിശീലന പരിപാടിയിൽ നിരവധി കർഷകർ പങ്കെടുത്ത് സംശയ നിവാരണവും വിദഗ്ധരുമായി ആശയവിനിമയവും നടത്തി. ന്യൂസ് ഡെസ്ക് CCV.